ഹലോ, നാളെ ഒരു ദിവസം കൊണ്ട് എല്ലാം ചേഞ്ച് ചെയ്തേക്കാന്നുള്ള രീതിയിൽ ഇരിക്കുകയാണോ? അതായത് ഒറ്റ ദിവസം കൊണ്ട് ഞാൻ പുതിയൊരു മനുഷ്യനായി മാറും, അങ്ങനെ പറ്റുമോ? അങ്ങനെ ഒരു ദിവസം കൊണ്ടൊക്കെ ലൈഫ് ചേഞ്ച് ചെയ്യാനായിരുന്നെങ്കിൽ എന്ത് എളുപ്പമായിരുന്നു അല്ലേ? നമുക്കിന്ന് അതിനെക്കുറിച്ചൊന്ന് നോക്കിയാലോ. ഈ ഒരു ദിവസം കൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്ത് കിട്ടുന്ന മാറ്റമാണോ നല്ലത്, നമ്മൾ കഷ്ടപ്പെട്ട് കുറേ ആഴ്ചയായിട്ട് നിൽക്കുന്നതിനാണോ ലോങ് ലാസ്റ്റിംഗ് എന്ന് നമുക്കിന്നൊന്ന് നോക്കിയാലോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ എൻ്റെ പേര് നീതു ഡോണി. ഞാനൊരു നേഴ്സ് ആൻഡ് ലൈഫ് കോച്ചായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അതെ, അപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ഞാൻ നാളെ തൊട്ട് നല്ലൊരു മനുഷ്യനാണ്, ഞാൻ നാളെ തൊട്ട് അങ്ങനെ ചേഞ്ച് ചെയ്തേക്കാം, അതൊക്കെ ഒരു ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമാണോ? അങ്ങനെ ഈ ഒരു ദിവസം കൊണ്ട് നമ്മൾ എടുക്കുന്ന മാറ്റങ്ങളെ എത്ര ദിവസം നീണ്ടു നിൽക്കുമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഒരു 99% ആളുകൾക്കും പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് അങ്ങനെ മാറാൻ പറ്റുമോ? അങ്ങനെ മാറാനായിരുന്നെങ്കിൽ എന്ത് എളുപ്പമായിരുന്നല്ലേ, കാര്യങ്ങളൊക്കെ എന്ത് ഈസി ആയിട്ട് നടന്നേനെ. നമ്മുടെ ഇൻബോൺ ആയിട്ടുള്ള ഹാബിറ്റ്സ്, അല്ലെങ്കിൽ നമ്മൾ കുറേയൊക്കെ നമ്മുടെ ജനറ്റിക് ടെൻഡൻസിയിട്ട് നമ്മൾ ശീലിച്ചു വന്ന കാര്യങ്ങൾ, ഇതിൽ നിന്നൊക്കെ മാറി പെട്ടെന്ന് ഒരു ദിവസം ഒരു ഹാബിറ്റ് നമ്മളോട് തുടങ്ങാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ രീതികൾ മാറ്റണമെന്ന് വിചാരിച്ചാൽ ഒരു ദിവസം കൊണ്ട് പറ്റുമോ? ഒരിക്കലും ഇല്ല. ഇനി നമ്മൾ അങ്ങനെ എടുക്കുന്ന തീരുമാനങ്ങൾ, അതായത് പെട്ടെന്ന് ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ജിമ്മിൽ പോകണമെന്ന് വിചാരിക്കുന്ന ഒരാൾ, വർക്കൗട്ട് ചെയ്യാൻ തീരെ മടിയുള്ള ഒരാളാണെങ്കിൽ അയാളോട് നാളെ തൊട്ട് ഹാഫ് അവർ അല്ലെങ്കിൽ 1 അവർ അല്ലെങ്കിൽ സ്വന്തമായിട്ട് തീരുമാനിക്കുകയാണ്, ഞാൻ നാളെ തൊട്ട് 1 മണിക്കൂർ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് പോസിബിൾ ആയിക്കോളണമെന്നില്ല. അപ്പം നമ്മൾ എന്താ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക? നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നിങ്ങൾ ഒരുപാട് ബുക്സിൽ അല്ലെങ്കിൽ ഒരുപാട് സ്ഥലത്ത് വായിച്ചിട്ടുള്ളതായിരിക്കും 1% ബെറ്റർ എവറിഡേ റൂൾ എന്നുള്ളത്. നമുക്ക് സ്മോൾ ആയിട്ട് സ്റ്റെപ്സിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യാം. അതായത് നമുക്ക് ഇന്നത്തെ ദിവസം നാളെ സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിക്കുന്നതിന് പകരം ഇന്ന് തന്നെ അങ്ങ് വെച്ച് തുടങ്ങിയായിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു അല്ലേ, നാളെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നീളെ അങ്ങ് പോകത്തേ ഉള്ളൂ. പകരം നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇന്നൊരു 10 മിനിറ്റ് വർക്കൗട്ട് ചെയ്താലോ, വീട്ടിലോ ജിമ്മിലോ എവിടെയെങ്കിലും ആയിക്കോട്ടെ. 10 മിനിറ്റ് ഇന്ന് ചെയ്യുന്നു, ഒരാഴ്ച 10 മിനിറ്റിൽ തന്നെ പോയാലും കുഴപ്പമൊന്നുമില്ല. അടുത്ത ആഴ്ച നമുക്കത് 15 or 20 മിനിറ്റ്സ് ആക്കാം. അവിടുന്ന് ഗ്രാജുവലി ഇത് 30 ആയി, 35 ആയി, 40 ആയി, അങ്ങനെ നമുക്ക് കൊണ്ടുവരാം. ഇപ്പം സേവ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അടുത്തൊരു എക്സാമ്പിളാണ് സേവിങ്സ് അല്ലേ. ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു 1000 രൂപ, ഇപ്പം ഞാനൊരു 1000 രൂപ എന്ന് പറയുമ്പോൾ എന്നെ കേൾക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ അതൊരു ചെറിയ എമൗണ്ട് ആവാം. പക്ഷെ ഞാൻ പറയുകയാണ്, പണ്ടത്തെ സമയത്തൊക്കെ ഈ വിഷുവിനൊക്കെ നമുക്ക് കൈനീട്ടം കിട്ടും. അതുപോലെ ആൾക്കാരൊക്കെ നമ്മളെ കാണാൻ വരുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്നൊക്കെ കുറേശ്ശെ പൈസ വരുമല്ലോ. അന്നത്തെ സമയത്ത് ഒരു 1000 രൂപ എന്നൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി കൂട്ടി വെക്കുന്ന പൈസ ആയിരിക്കും അല്ലേ. അപ്പോൾ അതെന്താ ചെയ്യുക? കുടുക്കിയുണ്ടല്ലേ, വീട്ടിൽ കുടുക്കി ഉണ്ടാവും. കുടുക്കിക്കകത്ത് കൊണ്ട് 1 രൂപ 2 രൂപ ഇതുപോലെ കിട്ടുന്ന പൈസ ഇതെല്ലാം കൊണ്ട് ഇട്ടിട്ട് വെക്കും. ഇങ്ങനെ ഇട്ടിട്ട് വെച്ച് അവസാനം പിറന്നാളാവുന്ന ദിവസം, ബർത്ത്ഡേ ആവുന്ന ദിവസം ഇത് തുറക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, നമ്മൾ അത്രയും പൈസ കൂട്ടി വെച്ചല്ലോ എന്ന് കാണുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം ഭയങ്കര വലുതാണ്. ഈ കോമ്പൗണ്ടിങ് എഫക്റ്റ് എന്ന് പറയുന്നത് പലരും ചെയ്ത് തെളിയിച്ചിട്ടുള്ളൊരു മെത്തേഡാണ്. നമ്മളിപ്പോൾ ഒരു എക്സാമിന് പഠിക്കുന്നു അല്ലേ, ഒരു ഇയർ ഫുള്ള് നമ്മളെ ടീച്ചേഴ്സ് പതിയെ പോർഷൻ പഠിപ്പിച്ചാണ് ആ ഫൈനൽ എക്സാമിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ആവുന്നത് അല്ലേ. അല്ലാതെ ഒറ്റ ദിവസം കൊണ്ടാണോ നമ്മളൊരു ലെസൺ അല്ലെങ്കിൽ ഒരു സിലബസ് ഫുള്ള് പഠിച്ചെടുക്കുന്നത്? ഒരിക്കലും അല്ല അല്ലേ. എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പോകുന്ന കാര്യങ്ങളാണ്. അപ്പം ഈ ഒരു കാര്യം നമ്മൾ ചിന്തിക്കുമ്പം ചിലപ്പോൾ എന്താ പറയുക, ഓ ചെറിയൊരു പേഴ്സൻ്റ് അല്ലേ, ഇതുകൊണ്ട് എനിക്ക് എന്ത് ചിന്ത വരാനാ, മാറ്റം വരാനാന്ന് വിചാരിക്കും. ഞാനും ഇങ്ങനെ ഒരാളാണ് കേട്ടോ. എക്സാമ്പിൾ ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ, കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് ഞാൻ പലതവണ ശ്രമിച്ച് ഞാൻ തോറ്റ് മടങ്ങിയ ഒരു കാര്യമാണ് വെയിറ്റ് ലോസ് എന്ന് പറയുന്നത്. ഇടയ്ക്കൊന്ന് ചെറുതായിട്ട് ആയായിരുന്നു, പക്ഷെ അതാവുന്നതിന് മുമ്പേയും ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഒരു 0.8 ഒരു 1 കിലോയോ ഒക്കെ അല്ലെങ്കിൽ ഒരു 0.5 ഒക്കെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ എന്താവാനാ. പക്ഷെ ഈ വെയിറ്റ് ലോസ് ചെയ്യുന്ന ആൾക്കാരെല്ലാവരും തന്നെ അവർ ഒരു 5 കിലോ അല്ലെങ്കിൽ ഒരു 10 കിലോ ബിഗ് ലോസിലേക്ക് എത്തുന്നതിന് മുന്നേ അവരുടെ പല ദിവസങ്ങളും 650 ഗ്രാമോ 700 ഗ്രാമോ ഒക്കെ വെയിറ്റ് ലോസ് ഓരോ ദിവസവും നടന്നാണ് അവർ 5 kg അല്ലെങ്കിൽ 10 kg എന്ന് പറയുന്ന ഒരു ബിഗ് സ്റ്റെപ്പിലേക്ക് എത്തുന്നത്. പക്ഷെ നമ്മൾ കാണുന്ന ഔട്ട്കം എന്താ? ഒരു ഭയങ്കര ഒരു ട്രാൻസ്ഫോർമേഷൻ വീഡിയോ അല്ലേ. അതുകൊണ്ടാണ് നമ്മൾ പല ട്രാൻസ്ഫോർമേഷൻ വീഡിയോസ് ഒക്കെ കാണും. അത് വിചാരിച്ച് നമ്മൾ പിറ്റേ ദിവസം ചാടി എഴുന്നേറ്റിരിക്കും. ഒരാഴ്ച കൊണ്ട് പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും കണ്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? സ്റ്റോപ്പ് ചെയ്യാനായിട്ട് നമുക്കൊരു ടെൻഡൻസി ഉണ്ടാകുന്ന എന്തുകൊണ്ടാണ്? നമ്മൾ ക്വിക്ക് ആക്ഷൻസ് ആൻഡ് ക്വിക്ക് റിസൾട്ട്സ് ആണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അങ്ങനെ പ്രതീക്ഷിച്ച കാര്യം നടക്കുമോ? ഒരിക്കലും ഇല്ല.
ഈ പല സക്സസ് ആയിട്ടുള്ള ആളുകളുടെയും നമ്മൾ ബയോഗ്രഫീസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വായിക്കുകയാണെങ്കിൽ മനസ്സിലാവും എല്ലാവരും ചെറിയ ചെറിയ സ്റ്റെപ്പുകളിൽ നിന്ന് തുടങ്ങിയാണ്. ഇപ്പോൾ ബിസിനസ് പേഴ്സൺസ് ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ ഇപ്പം എഴുത്തുകാരായിക്കോട്ടെ, അവരൊരു നോവൽ കംപ്ലീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? കുറേശ്ശെ എഴുതി എഴുതി ഓരോ പേജ് എഴുതിയാണ്. അപ്പോൾ നമ്മുടെ ലൈഫിലും നമുക്ക് ഇങ്ങനെ ചേഞ്ചസ് കൊണ്ടുവരണമെങ്കിൽ നമുക്ക് ഈ 1% ബെറ്റർ എവരിഡേ റൂള്, നിങ്ങളുടെ എന്ത് കുഞ്ഞു കാര്യം ആയിക്കോട്ടെ, നിങ്ങളുടെ ഒരു ഹാബിറ്റ്സ്, നിങ്ങൾ എന്താണോ ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഒരു വലിയ കാര്യത്തെക്കുറിച്ച് ആദ്യമേ നമ്മുടെ മനസ്സിലുണ്ടാവണം. നമുക്ക് അതാണ് വേണ്ടത് അല്ലെ, ഇന്ന കാര്യം എനിക്ക് വേണം, അത് ബൈ ദ ഇയർ എൻഡിങ്ങോ അല്ലെങ്കിൽ നെക്സ്റ്റ് 2-3 മന്ത്സോ നിങ്ങൾക്ക് തന്നെ അത് ക്ലാരിഫൈ ചെയ്യാം. എങ്ങനെ, അത് ഷോർട്ട് ടേം ഗോൾസ് ആണോ ലോങ് ടേം ഗോൾസ് ആണോ എന്ന് വിചാരിക്കാം. പക്ഷെ ആ ഷോർട്ട് ആൻഡ് ലോങ് ടേം ഗോൾസിലേക്ക് ചിന്തിക്കാനായിട്ട് ഓരോ ദിവസവും രാവിലെ അല്ലെങ്കിൽ നിങ്ങൾ കിടക്കാൻ പോകുന്നതിന് മുന്നേ പിറ്റേ ദിവസം ആ കാര്യത്തിന് വേണ്ടി ഇന്ന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ 1%, ഇന്ന് ഇടേണ്ട 1% എന്താണെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം അല്ലേ. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ വെയിറ്റ് ലോസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ ആഗ്രഹമുള്ള ഒരാളാണെങ്കിൽ, ഇപ്പം 3 നേരം പറ്റിയില്ല, അതൊക്കെ പറ്റാത്ത ഒരാളാണ്, ചിലപ്പോൾ ജങ്ക് ഫുഡ്സ് കൂടുതൽ കഴിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം, ഇല്ലെങ്കിൽ വർക്കിന് പോകുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഫുഡ് കൊണ്ടുപോകാൻ പാടുണ്ടാവും, അവിടെ നിന്നായിരിക്കും ഫുഡ് മേടിച്ച് കഴിക്കുക. പക്ഷേ 3 നേരം അവിടുന്ന് കഴിക്കുന്നതിന് പകരം, അല്ലെങ്കിൽ 3 നേരം ജങ്ക് ഫുഡ്സ് കഴിക്കുന്നതിന് പകരം ഞാൻ നാളെ 1 നേരം കുറച്ചാലോ, 1 നേരം ജങ്ക് ഫുഡ് അല്ല ഹെൽത്തി ആയിട്ട് കഴിക്കാം, അങ്ങനെ വിചാരിച്ചാൽ ചിലപ്പം അയാളുടെ മനസ്സിലും തോന്നുന്നത് എന്തായിരിക്കും, 1 നേരം അല്ലേ പറ്റും, 1 നേരമൊക്കെ നമുക്ക് ചെയ്യാമല്ലോ. അങ്ങനെ നമ്മൾ പതിയെ ആ 1 നേരം 2 നേരം ആക്കാം, 3 നേരം ആക്കാം, അങ്ങനെ നമുക്ക് ആ ഹാബിറ്റ് അച്ചീവ് ചെയ്യാമല്ലോ. അപ്പോൾ എല്ലാ കാര്യത്തിനും നമുക്ക് നാളത്തെ ദിവസം അല്ലെങ്കിൽ അറ്റ് ദ പ്രസന്റ് മൊമെന്റ് അതിനു വേണ്ടി നമുക്ക് എത്ര കുഞ്ഞു % ഇടാൻ പറ്റുന്നതെങ്കിലും അതിൽ നിന്നങ്ങ് തുടങ്ങുവാണെങ്കിൽ കുഴപ്പമില്ല. ഞാൻ എൻ്റെ കാര്യം തന്നെ പല കാര്യത്തിലും ഞാനിപ്പോൾ എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട്, എങ്കിലും ഞാൻ പറയാം. ഈ കണ്ടന്റ് ക്രിയേഷൻ്റെ കാര്യം, ഈ ടീച്ചിങ് വീഡിയോസ് ഞാൻ പണ്ടും ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇത് പിന്നീട് ഈ വീഡിയോസ് ഞാൻ സ്റ്റോപ്പായി പോയ സമയത്ത് എൻ്റെ ചിന്ത മുഴുവൻ ഇത് എഡിറ്റ് ചെയ്യണം, വോയിസ് ഓവർ ചെയ്യണം, അല്ലെങ്കിൽ ഇതിനെടുത്ത് മേക്കപ്പ് ചെയ്ത് ഇതിനു വേണ്ടിയൊക്കെ ഇരുന്ന് ചെയ്യാമെന്ന് പറഞ്ഞാൽ മെനക്കേട് പിടിച്ചൊരു കാര്യമാണെന്ന്, അതായത് ഒരു 10 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 8 to 10 മിനിറ്റ്സ് ഉള്ള ഒരു വീഡിയോ എടുക്കാൻ എനിക്ക് മടിയാണ്, അതായിരുന്നു കാര്യം. പക്ഷേ ഞാനത് സ്റ്റാർട്ട് ചെയ്തത് ഒരു മൊമെൻറ്റിൽ എല്ലാ കാര്യങ്ങളും ചേഞ്ചായി തുടങ്ങി. ഞാൻ കുറേ ബുക്സൊക്കെ വായിച്ചു. കാരണം ഇടയ്ക്ക് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്ത ഒരാളാണ് ഞാൻ. അതിൽ നിന്നും പുറത്ത് കടക്കാനായിട്ട് ഈവൻ എൻ്റെ ഹസ്ബൻഡിന് പോലും എന്നെ ഒരു പരിധിയിൽ കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല, ഞാൻ തന്നെ അത് കണ്ടുപിടിക്കണം എന്ന് തിരിച്ചറിഞ്ഞ ആ ഒരു മൊമെൻറ്റിലാണ് ഞാൻ പല കാര്യങ്ങളും ചേഞ്ച് ആക്കി തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ ചേഞ്ച് ആക്കി കൊണ്ടുവന്നതിൽ ഞാൻ എനിക്ക് വേണ്ടി തന്നെ ചെയ്തൊരു കാര്യമായിരുന്നു ഈ 1% ബെറ്റർ എവരിഡേ റൂൾ എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഇനി 10 മിനിറ്റ് വീഡിയോ എടുക്കാൻ മടിയുള്ള ഞാൻ എന്ത് ചെയ്തു, റീൽസ് ആകുമ്പോൾ നമുക്ക് 1 മിനിറ്റ് ഷോർട്സ് അല്ലേ, അപ്പോൾ 1 മിനിറ്റ് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും, ദിവസത്തിൽ 1 മിനിറ്റ് പോരെ എന്ന് ഞാൻ ചിന്തിച്ചു തുടങ്ങി. അങ്ങനെ 1 മിനിറ്റ് വീഡിയോസ് അല്ലെങ്കിൽ ഷോർട്സ് ചെയ്ത് തുടങ്ങി. ഷോർട്സിലൂടെ ചെറിയ ചെറിയ മെസ്സേജസ് തുടങ്ങിയാണ് ഞാനിപ്പോൾ ഒരു 8 to 10 മിനിറ്റ്സ് ഉള്ളൊരു വീഡിയോയിലേക്ക് എത്തിയത്. അപ്പം എല്ലാ കാര്യവും അപ്പോൾ ഒരു 1-2 മാസം ഞാൻ അങ്ങനെ ചെയ്ത് തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ വീഡിയോസ് ഇട്ട് തുടങ്ങിയത്. ഇതുപോലെ എൻ്റെ ലൈഫിൽ തന്നെ പല കാര്യങ്ങളും ഇതുപോലെ ഞാൻ മടി പിടിച്ചിരുന്ന കാര്യങ്ങൾ കുറേശ്ശെ ബെറ്റർ ആക്കി തുടങ്ങിയപ്പോഴാണ് കുറച്ച് കാര്യങ്ങളൊക്കെ ശരിയായി തുടങ്ങിയത്. അപ്പോൾ എന്നെ കേട്ടോണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ഇത് ഹെൽപ്ഫുൾ ആയെങ്കിൽ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കാര്യങ്ങൾ ഇതിലേക്കൊന്ന് ഇൻവെസ്റ്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് എന്തായാലും നല്ലൊരു ചേഞ്ച് ഉണ്ടാവും. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കറിയാവുന്ന ആർക്കെങ്കിലും ഒക്കെ ഇതുകൊണ്ട് ഹെൽപ്പ് ആകുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ടാറ്റ, ബൈ ബൈ.